വീണ്ടും വാർത്തകളിലേക്കാണ്. ബി.ജെ.പിയിൽ നിന്നുള്ള പടിയിറക്കത്തിന് പിന്നാലെ പുതിയ രാഷ്ട്രീയ കക്ഷി പ്രഖ്യാപിച്ചിരിക്കുകയാണ് തമിഴ്നാട് ബി.ജെ.പി മുൻ അധ്യക്ഷൻ അണ്ണാമലൈ. ഇനി താൻ സംസാരിക്കുക പുതിയൊരു രാഷ്ട്രീയ ഭാഷയായിരിക്കുമെന്നാണ് അണ്ണാമലൈ ഇന്ന് പറഞ്ഞത്. തമിഴ്നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ശബ്ദമായിരിക്കും പുതിയ പാർട്ടി എന്നാണ് അണ്ണാമലൈ പറഞ്ഞത്. അപ്പോൾ പുതിയ പാതയിലാണ് അണ്ണാമലൈ. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മൾ അറിയുന്നത് കാണുന്നതൊക്കെ കെ അണ്ണാമലയുടെ സംഭവബഹുലമായ ജീവിതത്തെക്കുറിച്ചാണ്. സിവിൽ സർവീസ് ജയിച്ച് IPS-ൽ കയറിയ അണ്ണാമലൈ എങ്ങനെ രാഷ്ട്രീയക്കാരനായി, ഇതുവരെയുള്ള അണ്ണാമലയുടെ പ്രൊഫൈലൊന്ന് നമുക്ക് പരിശോധിക്കാം. അദ്ദേഹത്തിൻ്റെ ജനനമടക്കം മുതലുള്ള കാര്യങ്ങളൊന്ന് പരിശോധിച്ചാൽ തമിഴ്നാട്ടിലെ കരൂർ ജില്ലയിലാണ് അണ്ണാമലൈ ജനിച്ചത്. അണ്ണാമലൈ ശിവ സെന്തിൽ കുമാർ എന്നായിരുന്നു അദ്ദേഹം ജനിച്ചപ്പോൾ അച്ഛനും അമ്മയും അണ്ണാമലയ്ക്കിട്ട പേര്. എന്നാൽ പിന്നീട് കെ അണ്ണാമലൈ എന്ന് പേര് മാറ്റുകയാണ് ചെയ്തത്. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഈ പേര് ഇത്തരത്തിൽ കെ അണ്ണാമലൈ എന്ന് മാറ്റിയത്. ഇനി അദ്ദേഹത്തിൻ്റെ പഠനം ഏത് രീതിയിലാണ് എന്ന് നോക്കുകയാണെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയ ആളാണ് അണ്ണാമലൈ. അത് കഴിഞ്ഞിട്ട് IIM ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ലക്നൌവിൽ നിന്നും MBA ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കി. വലിയ അക്കാദമിക് പാരമ്പര്യം ഉള്ള ഒരാൾ കൂടിയാണ് രാഷ്ട്രീയക്കാരനായിട്ടുള്ള അണ്ണാമലൈ. അതിനുശേഷം 2011-ൽ സിവിൽ സർവീസ് നേടിയ ആളാണ് അണ്ണാമലൈ. അപ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലോ, വലിയ ബുദ്ധിജീവിയൊക്കെ ആയിരുന്നു അണ്ണാമലൈ. പിന്നീട് IPS-ൽ കരിയർ തുടങ്ങുകയും ചെയ്തു. പോലീസ് ഉദ്യോഗസ്ഥനായിട്ടാണ് പൊതുജനങ്ങൾ ആദ്യമായി അണ്ണാമലയെ കാണുന്നതും ആ പേര് കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതിൽ കർണാടകയിലായിരുന്നു IPS ഉദ്യോഗസ്ഥനായിട്ട് അണ്ണാമലൈ വർക്ക് ചെയ്തത്. സിംഗം അണ്ണാമലൈ എന്ന് വിളിപ്പേര്, കർണാടക സിംഗം എന്നാണ് അണ്ണാമലയെ അറിയപ്പെട്ടിരുന്നത്. വലിയ ബോൾഡായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുകയും ഒക്കെ ചെയ്തതാണ്. ഒരുപാട് അവിടുത്തെയൊക്കെ പോലീസുകാർ വളരെ ദുരിതം പേറിയായിരുന്നു ആ സമയത്ത് ജീവിച്ചിരുന്നത്. സാധാരണ പോലീസ് ഉദ്യോഗസ്ഥന്മാർ താമസിക്കുന്ന സ്ഥലം ഒക്കെ ചോർച്ച ഉള്ള ക്വാർട്ടേഴ്സും ഒക്കെ ആയിരുന്നു. അതിനെയൊക്കെ മാറ്റി അവർക്കൊക്കെ നല്ലൊരു പുനരധിവാസം നൽകാനും അവരുടെ കുട്ടികളെ മികച്ച സ്കൂളുകളിലേക്കൊക്കെ അയച്ച് വിദ്യാഭ്യാസം നേടിക്കൊടുക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന് മുന്നിൽ നിന്ന ആളാണ് അണ്ണാമലൈ. അതുകൊണ്ട് തന്നെ കർണാടക സിംഗം എന്നുള്ള വിളിപ്പേര് കൂടി അണ്ണാമല ആ സമയത്ത് സ്വന്തമാക്കിയിരുന്നു. എന്നാൽ 2019-ൽ പോലീസ് ജോലി അണ്ണാമലൈ രാജിവെച്ചു. തനിക്ക് പറ്റിയതല്ല ഈ ജോലി എന്നുള്ളത് കൊണ്ട് പോലീസ് ജോലി താൻ രാജിവെക്കുന്നു എന്ന് പറയുന്നത് ഏറെ ഞെട്ടിക്കുന്ന ഒരു കാര്യമായിരുന്നു. കാരണം ഈ കർണാടക സിംഗം എന്നൊക്കെ പറയുന്ന ഇത്രയും സമർത്ഥനായ പോലീസ് ഉദ്യോഗസ്ഥൻ എന്തിന് രാജിവെച്ചു എന്നുള്ളത് അന്നത്തെ ഒരു ചോദ്യമായിരുന്നു. പിന്നീട് ആ ചോദ്യത്തിന് ഉത്തരം എന്നോണം രാഷ്ട്രീയമാണ് ഇനി തൻ്റെ വഴി എന്നുള്ള പ്രഖ്യാപനവുമായി അണ്ണാമലൈ മുന്നോട്ട് വരികയാണ് ചെയ്തത്. രാഷ്ട്രീയ പ്രവേശനം ഔദ്യോഗികമായി തന്നെ അദ്ദേഹം പറയുകയാണ്. 2020-ൽ പക്ഷേ ആ രാഷ്ട്രീയം BJP-ക്കൊപ്പം ആയിരുന്നു എന്നുള്ള കാര്യം കൂടി അണ്ണാമലൈ ഉറപ്പിച്ചു പറയുന്നു. അണ്ണാമലയ്ക്ക് ഈ ഹിന്ദുത്വ ചായ്വ് അതിനു മുൻപും പലതരത്തിലുള്ള പരാമർശങ്ങളിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ കൃത്യമായ ഒരു രാഷ്ട്രീയം ഏത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. എന്നാൽ 2020 ആയപ്പോഴേക്കും കൃത്യമായിട്ടും താൻ BJP-ക്കൊപ്പമാണ് എന്ന് അണ്ണാമലൈ പറയുകയാണ് ചെയ്തത്. അതിന് കാരണം എന്താണ് എന്നുള്ളത് പ്രചോദനം നരേന്ദ്രമോദിയാണ്. പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയാണ് തനിക്ക് പ്രചോദനം. അതുകൊണ്ടാണ് താൻ BJP-യിൽ ചേരുന്നത് എന്നാണ് അന്ന് അണ്ണാമലൈ പറഞ്ഞത്. BJP-യിൽ ചേർന്ന് വെറും ആഴ്ചക്കുള്ളിൽ തന്നെ BJP-യുടെ ഉപാധ്യക്ഷനായിട്ട് അണ്ണാമലയെ, അതായത് തമിഴ്നാട്ടിലെ BJP-യുടെ ഉപാധ്യക്ഷനായിട്ട് അണ്ണാമലയെ അവർ നിയോഗിക്കുകയും ചെയ്തു. കാരണം ചെറിയ പ്രായത്തിൽ തന്നെ ഇത്ര വലിയൊരു പദവിയിലേക്ക് എത്തുന്ന ആദ്യ ആളായിരുന്നു തമിഴ്നാട്ടിലെ BJP-യെ സംബന്ധിച്ച് അണ്ണാമലൈ. 37-ാമത്തെ വയസ്സിൽ BJP സംസ്ഥാന അധ്യക്ഷനാവുകയും ചെയ്തു. അണ്ണാമലയുടെ വാക്കുകളും അല്ലെങ്കിൽ പ്രവൃത്തികളും BJP നേതാക്കൾക്കൊക്കെ ആ തരത്തിൽ വലിയ ഇഷ്ടമായിരുന്നു, പ്രിയപ്പെട്ട ഒരാളാകുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ 37-ാമത്തെ വയസ്സിൽ തന്നെ കേന്ദ്ര നേതാക്കൾ തമിഴ്നാട്ടിലെ BJP-യുടെ അധ്യക്ഷനായിട്ട് അണ്ണാമലയെ നിയോഗിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഈ ഒരു BJP-യുടെ തലപ്പത്തിരുന്നു കൊണ്ട് ആകെ ഉണ്ടാക്കാൻ പറ്റിയ നേട്ടം എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ BJP-യുടെ വോട്ട് വിഹിതം ഉയർത്താൻ സാധിച്ചു എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ പേഴ്സണലായിട്ട് അണ്ണാമലയ്ക്ക് ഒന്നും നേടാനായിട്ടില്ല എന്നുള്ളതാണ്. കാരണം അണ്ണാമലൈ 2 തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചു എങ്കിൽ പോലും തെരഞ്ഞെടുപ്പിലെല്ലാം പരാജയമാണ് അണ്ണാമലയ്ക്ക് ഏറ്റുവാങ്ങാൻ സാധിച്ചത് എന്നുള്ളതാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പോടെയാണ് തിരിച്ചടികൾ നേരിടാൻ തുടങ്ങിയത് അണ്ണാമലൈ. അതുവരെ പാർട്ടിയിൽ വലിയ ശക്തനായി ഒക്കെ നിന്നിരുന്നു. ഈ വോട്ട് വിഹിതമൊക്കെ ഉയർത്താൻ സാധിച്ചു. എന്നാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധിച്ചില്ല. ഒരുപാട് പ്രതിഷേധങ്ങളിലൊക്കെ അണ്ണാമലൈ പങ്കെടുത്ത് അത്തരത്തിൽ രാജ്യ ശ്രദ്ധ നേടുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷേ
തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായില്ല. 2026 ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പലതരത്തിലുള്ള തിരിച്ചടികളും അണ്ണാമലയ്ക്ക് നേരിടേണ്ടി വന്നു. അതിലാദ്യം എന്ന് പറയുന്നത് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അങ്ങ് നീക്കി. അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിൽ പലയിടത്തും ഈ നേതൃതലങ്ങളിലുള്ള മാറ്റങ്ങൾ ഉണ്ടായപ്പോൾ തമിഴ്നാട്ടിലും അത് ആ രീതിയിൽ പ്രതിഫലിച്ചു. തമിഴ്നാട്ടിലെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും അണ്ണാമലയെ മാറ്റി എന്നാണ് അന്ന് പറഞ്ഞത്. എന്നാൽ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരു സീറ്റും അണ്ണാമലയ്ക്ക് നൽകിയില്ല. അത്തരത്തിൽ BJP തരത്തിൽ അണ്ണാമലയെ തഴയുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞു. അവിടെ BJPക്ക് വലിയ നേട്ടമൊന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല. അതിന് പിന്നാലെ ഇപ്പോൾ താൻ പാർട്ടി വിട്ടു എന്ന് അണ്ണാമല പറയുന്നു. പുതിയ പാർട്ടിയുമായി ഇനി മുന്നോട്ട് വരുന്നു. ആ പാർട്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത്.